ഹലോ നാസർ കച്ചറ ഉണ്ടാക്കണം. Ajit.
അടുത്തതായിട്ട് സലാം പി കുറച്ച് നിർത്തിയിട്ട് പോയാൽ മതി. സമയം തീർന്നിട്ടുണ്ട്. അടുത്തതായിട്ട് രണ്ടാളെ ജഡ്ജണം അടുത്തതായിട്ട് ഈ പരിപാടിയുടെ സമാധാനം ബഹുമാനപ്പെട്ട ഈ അഹമ്മദ് സാഹിബ്
ഒന്നാം സ്ഥാനം. രണ്ടാം പ്രൈസ് ഷാബി രണ്ടാം സ്ഥാനം. സമയം തീർന്നിരിക്കുന്നു. അടുത്തായിട്ട് കേജ് ബഷീർ. ഇത് ലാസ്റ്റ് ലൈസൻസ് ആണ്. ഇനി കാലം മുടക്കുന്നത് ഉണ്ടായിരിക്കുന്നില്ല. അടുത്തതായിട്ട് കാലം മുടക്കിന്റെ ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ടിൽ 6 പേരാണ് അർഹതരായിരിക്കുന്നത്. അതിൽ 1 നമ്പർ സന്തോഷ് എ കെ, സമീർ ടി, സർഫുദ്ദീൻ എ ജി, ആശിഷ് കെ ജി, അവനിപുരം ബഷീർ കെ ജി. ഇത്രയും പേരാണ്. എത്രയും പെട്ടെന്ന് വിജയം നിൽക്കുന്നതാണ്. ഇനിയുള്ള ആളുകളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ടിൽ ആകെ മത്സരിക്കാനുള്ള 6 പേരാണ്. അതിൽ ആദ്യമായിട്ട് സന്തോഷ് കളം മുടച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് സമീർ വളരെ പെട്ടെന്ന് കളം മാറ്റി സമ്മാനിച്ച ശേഷം ബഷീർ കെ ജി എന്നിവരാണ്. ഇത് കഴിഞ്ഞാലുടൻ സൈക്കിൾ റാലി ഉണ്ടായിരിക്കുന്നതാണ്. സൈക്കിൾ റാലിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. പല ജില്ലയിൽ കൊടുക്കുന്ന പാട്ടാടുണ്ട്.
ലാസ്റ്റ് റൗണ്ടാണ്. അതായത് കുഞ്ഞുമോനാണ്. ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. സന്തോഷ് കെ കെ, ബഷീർ കെ ജി, അസീസ് കെ ജി എന്നീ 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികൾക്ക് ഫൈനൽ എവിടെ കാണില്ല. സംഘാടകർ ടോസെടുത്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതാണ്. അടുത്ത പരിപാടിയായ ഫ്ലോർ സൈക്കിൾ റാലി ആരംഭിക്കുകയാണ്. മാന്യ കലാപരി സൈക്കിൾ റാലിയാണ്. സൈക്കിൾ റാലിയിൽ പങ്കെടുക്കാൻ പേരനുസരിച്ചുള്ളവർ കൗണ്ടറുമായി ബന്ധപ്പെടുന്നതാണ്. നമുക്ക് പരിപാടി നടത്താൻ ജനസൗകര്യം പരിമിതമായതുകൊണ്ട് രണ്ടെണ്ണം അത് കിട്ടും നമ്മുടെ പാടം അല്ലേ പാടയല്ല കിട്ടുന്ന ഈ തമിഴ്നാടും പിടിച്ചോ ഹലോ എല്ലാവരും സമ്മാനകരമായി നമ്മുടെ പരിപാടി
എന്റെ തല വലുതാക്കിട്ടോ മറ്റുള്ളവർക്ക് തടസ്സമാക്കല്ലേ ആ പോയി രണ്ട് ഹലോ സാരി സാരി മാറി 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 അതിന് മുന്നിലേക്ക് വെച്ചൊരാൾ അതാണ് അങ്ങനെ ഇങ്ങനെ സുഖമാണ് കണ്ണടച്ച ആളല്ല കൂടെയുണ്ട് ചിലരൊക്കെ മാവേലി എത്തിക്കാൻ ഈ അമ്മ എത്തി ഓണല്ലേ എന്താണ് ആ റാക്കിന്ന് പുറത്തു പോയത് ഒരു കാലത്ത് ഇവിടെ ഒറ്റപ്പെടുത്തി അല്പം അല്പം അത് ചാട്ടിയാ കുഞ്ഞു അല്ലാതെ പോണ്ട വീട്ടിൽ പറയാം ഒരു വേസ്റ്റ് ഔട്ടുണ്ടല്ലോ കിലോമീറ്റർ അപ്പൊ അങ്ങനെ മെല്ലെ 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 മാറും കമ്മിറ്റി പിന്നെ അനുഭവം പിന്നെ എല്ലാവരും ഉള്ളതല്ലേ എല്ലാ ഐറ്റംസും ഉണ്ട് അതിന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ലല്ലോ അങ്ങനെ പരിപാടി എടുക്കാൻ ഇതിനോട് കളവരുടെ കിട്ടിയിരിക്കണമെങ്കിൽ എനിക്കറിയാം കാരണം അങ്ങനെയൊക്കെയാണ്
ആവേശം കൊണ്ടേ ഒന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ജനാബ് ഇ അഹമ്മദ് സാഹിബ് അവരുകളെ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് വളരെയധികം പ്രാധാന്യപ്പെട്ടതും വളരെ കാലമായി നാം ആഗ്രഹിച്ചിരിക്കുന്നതുമായ ഇരുമ്പൊഴി മാരിയാട് റോഡിന്റെ ആ ഇരുമ്പൊഴി ഭാഗത്തു നിന്നുള്ള ആദ്യഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ റോഡ് ഏതാണ്ട് 28 കൊല്ലം മുമ്പ് നിർമ്മിച്ചതാണെങ്കിലും പല കാലങ്ങളിലായിട്ട് ഇന്നേ വരെ 2 കിലോമീറ്റർ ദൂരം മാത്രമേ ടാർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും 4 കിലോമീറ്റർ ദൂരം ബാക്കി കിടക്കുകയാണ്. ഈ ആവശ്യങ്ങൾ പല പ്രാവശ്യങ്ങളിലായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉപദേശ സാഹിബിന്റെയും മറ്റ് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഫലമായി അവർ ബഹുമാനപ്പെട്ട സാഹിബ് അവരെ സമീപിക്കുകയും അദ്ദേഹം നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇരുമ്പുഴി ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി തുടക്കത്തിന് വേണ്ടി 2.5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ റോഡിന്റെ പൂക്കോട്ടൂർ പഞ്ചായത്തിൽപ്പെട്ട മാരിയാട് പ്രദേശത്തിൽ നിന്നും പ്രവൃത്തി തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് അദ്ദേഹം 2 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നാട്ടുകാരുടെ പേരിലും സ്വന്തം പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നാട്ടുകാരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാർക്കും ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ച് ഈ വേദി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സമ്മതിച്ച ഓണാഘോഷ കമ്മിറ്റികൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുവാൻ ജനാബ് ഉബൈദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ എംപി ഇ അഹമ്മദ് സാഹിബ് അവരുടെ, വേദിയിലെ മറ്റു ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, നമ്മുടെ പഞ്ചായത്തും പൂക്കോട്ടൂർ പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇരുമ്പുഴി മാരിയാട് റോഡ്. ആ റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണം എന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ വളരെ കാലത്തെ ഒരു അഭിലാഷമാണ്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട എംപിയെ ബന്ധപ്പെട്ട ആളുകൾ സമീപിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ എംപി സ്കീമിൽ ഉൾപ്പെടുത്തി 2.5 ലക്ഷം രൂപ അനുവദിക്കാൻ അദ്ദേഹം കലക്ടറോട് ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് 2.5 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ മാരിയാടിൽ നിന്ന് ഇങ്ങോട്ട് 2 ലക്ഷം രൂപയും ഈ റോഡിന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എംപി സ്കീമിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ വർക്ക് ആ റോഡിൽ നടത്തുകയാണ്. അതുപോലെ ഇരുമ്പുഴി നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം, ഇരുമ്പുഴി ഹൈസ്കൂളിൽ നമ്മുടെ കുട്ടികൾ കുടിവെള്ളത്തിന് വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നമ്മുടെ ഹൈസ്കൂളിൽ 1.5 ലക്ഷം രൂപ ചെലവിൽ ഒരു കുടിവെള്ള പദ്ധതിയും ബഹുമാനപ്പെട്ട എംപി അഹമ്മദ് സാഹിബിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുള്ള പ്രഗത്ഭനായ ഇന്ത്യൻ പാർലമെന്റിലെ അഷറൻസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അഹമ്മദ് സാഹിബ് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നതിൽ നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അഹമ്മദ് സാഹിബിന്റെ ഈ പരിപാടി ഗംഭീര വിജയമാക്കുന്നതിൽ സഹകരിച്ച ഈ പടിഞ്ഞാറ്റുമുറിയിലെ ഓണാഘോഷ കമ്മിറ്റിയെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ റോഡിന്റെ
മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ബോർഡ് മെമ്പർ എന്റെ സ്നേഹിതൻ ജനാബ് ഉബൈദുല്ലാഹ് സാഹിബ്, പൂക്കോട്ടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജനാബ് മുഹമ്മദ് ഹാജി സാഹിബ്, എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജനാബ് പി വി മുഹമ്മദ് സാഹിബ്, ജനാബ് അബ്ദുൽ ഹാജി സാഹിബ്, ഹസൻ സാഹിബ്, ഉണ്ണീൻ സാഹിബ്, ഓഗാന ഓണാഘോഷ കമ്മിറ്റിയിലെ സ്വീകരണ സംഘം ചെയർമാൻ ശ്രീ ഭാസ്കരൻ, മിസ്റ്റർ ഫസൽ, കോയാമു, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരികളെ, സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, ആദ്യമായി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം സന്തുഷ്ടമായ ഒരു ഓണാശംസകൾ അറിയിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ 30-ാം തീയതി ഞാനിവിടെ വരേണ്ടതായിരുന്നു. അന്ന് എനിക്ക് സാധിച്ചില്ല. പക്ഷേ അന്ന് വരാതിരുന്ന എത്ര നന്നായി എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങളുടെ വളരെ പുഞ്ചിരി തൂകുന്ന, മന്ദഹാസം തൂകുന്ന ഈ മുഖം, സന്തോഷം തുളുക്കുന്ന മുഖം ഓണാഘോഷത്തോടനുബന്ധിച്ച് കാണാൻ സാധിച്ചു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആഘോഷം നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ എംപിയും കൂടി നിങ്ങൾ ക്ഷണിക്കാമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. എത്ര ആവേശത്തോടു കൂടി നിങ്ങൾ ഈ ഓണാഘോഷ പരിപാടി നടത്തുമ്പോഴും സാധാരണ ഓണം നിങ്ങൾ വരുന്നില്ല. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പായസം നൽകിയിട്ടുണ്ടോ എന്ന്. ഏതായാലും എം പിക്ക് ഒരു മധുരം തരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിലും പിറകിലേക്ക് നിന്റെ സഹോദരിമാർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പോ ഓണാഘോഷത്തോടനുബന്ധിച്ചൊരു മധുരം എനിക്ക് നൽകാൻ അവിടെ ഇരിക്കുന്ന എന്റെ ചേട്ടത്തിയമ്മ അവിടെ നോക്കുന്നുണ്ട്. ചേട്ടത്തി അവർക്കൊക്കെ തരാൻ ഉത്തരവാദിത്തമുള്ളതാണ്. ഏതായാലും ഇപ്പൊ ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങളുടെ ഓണാഘോഷത്തെ എന്നെയും കൂടി ക്ഷണിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ റോഡിന്റെ ഉദ്ഘാടനവും. ഞാനൊരു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ റോഡ് എന്നെക്കാൾ ഉപരി നിങ്ങൾ അറിയുന്നവരാണ്. ഇരുമ്പ് ഈ വാരിയോട് പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട റോഡാണ്. എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്ക് 1 കോടി രൂപ വരെ ഒരു വർഷം ചെലവഴിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ആവുന്നത്ര വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ ശ്രമിച്ചു. റോഡുകൾ, അല്ലെങ്കിൽ പാലം, നടപ്പാലം, സ്കൂളുകളിലേക്ക് കെട്ടിടം, ആശുപത്രിക്ക് കെട്ടിടം, ഇപ്പോൾ ഇന്റർനെറ്റ്, വളരെയധികം വികസിച്ചു വന്നിട്ടുള്ള ശാസ്ത്രീയ സാങ്കേതിക പരിജ്ഞാനം അത് കോളേജുകളിലാക്കുന്നതിന് എല്ലാം ചെയ്തിട്ടുണ്ട്. ചിലരെ വിചാരിക്കും 1 കോടി രൂപ എം പിക്ക് ഇഷ്ടം പോലെ നോക്കാൻ. അങ്ങനൊന്നുമില്ല. ഈയിടെ എനിക്കൊരാൾ കത്തയച്ച് എനിക്ക് വലിയൊരു കടമുണ്ട്, 1.5 ലക്ഷം, ഒരു 75,000 നിങ്ങളെ ഫണ്ട് നിനക്കിട്ടാണ്. 6,000 പണം എന്റെ കയ്യിൽ കിട്ടുന്ന അങ്ങനത്തെ പണമല്ലേ ഇത്. ഇത് ഇന്ത്യ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് മുഖേന കലക്ടറുടെ ഫണ്ടിലേക്ക് കൊടുക്കും. എന്നിട്ട് കലക്ടറോട് പറയും, എം പി പറയുന്ന വികസന പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കണം. അപ്പൊ നിങ്ങൾ പറയും ഈ റോഡ് വേണം, ആ റോഡ് വേണം, ആ സ്കൂൾ വേണം, ഈ ആശുപത്രി വേണം എന്ന് പറയും. അതിൽ ഏറ്റവും നല്ലത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തിരിച്ചറിയാക്കും. ഇപ്പൊ മഞ്ചേരി ആശുപത്രിയിൽ ഒരു ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഈ ജില്ലയിൽ എല്ലാവർക്കും വേണ്ടിയാണ്. 7 ലക്ഷം 9 ലക്ഷം അലോട്ട് ചെയ്യും. കലക്ടർ നിർമ്മിച്ചു കൊടുക്കും. ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളെല്ലാം നിലനിർത്തി ഒന്ന് ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ അതിനാവശ്യമായി തുടക്കം കുറിക്കും, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യും, ജനങ്ങൾക്ക് കിട്ടും. ഇതാണ് പദ്ധതി. ഈയിടെ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യ ഗവൺമെന്റ് നിന്ന് 1 കോടി റുപ്യല്ലേ കയ്യിൽ തരുന്നത്? ഞാൻ പറഞ്ഞു, 1 കോടി റുപ്യയിൽ 1 റുപ്യ വരെ നമ്മൾ കാണില്ല.
പക്ഷെ ഈ പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരം ഗുണം ലഭിക്കും. നിങ്ങളെ വോട്ടും മേടിച്ച് ഞാൻ പോയി, പക്ഷെ നിങ്ങളെ ഞാൻ മറന്നിട്ടില്ല. നിങ്ങളെന്നെ മറന്നിട്ടുണ്ട്, ആണെന്ന് തന്നെ ഓണത്തിനെ വിളിക്കാറുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല, മറക്കുകയില്ല. ഇതുപോലുള്ള ധാരാളം പദ്ധതികൾ ഇനിയും നമ്മുടെ പ്രദേശത്തുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരപ്രദമാകൂ. നിങ്ങളൊക്കെ ഓണാഘോഷത്തിന് ലഹരിയിലായതുകൊണ്ട് ഒരു വലിയ പ്രസംഗം ചെയ്ത് നിങ്ങളെ ബോറടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പദ്ധതി കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്, എന്റെ സഹോദരി സഹോദരന്മാർക്ക്, എന്റെ വോട്ടർമാരായ നിങ്ങൾക്ക്, ഈ നാട്ടിലെ നല്ലവരായ നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷ മത്സരത്തിൽ ആരാണ് ജയിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും ജയിച്ചവർക്ക് എന്റെ അഭിനന്ദനവും ജയിക്കാത്തവർക്ക് അടുത്ത കൊല്ലം ജയിക്കാനുള്ള ആശംസയും നൽകിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ആശംസിച്ചതായി കണക്കാക്കി യോഗം നടപടി അവസാനിപ്പിക്കുകയാണ്. നന്ദി അറിയുന്നത് നന്ദി പ്രകടനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ അബ്ദുൽ സൈമൻ. ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ഇ അഹമ്മദ് സാഹിബ് ഈ നമ്മുടെ എളിയ സ്വീകരണത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയ അദ്ദേഹത്തിന് ഈ നാട്ടിന്റെ പ്രതിനിധി എന്ന നിലക്കും എന്റെ സ്വന്തം നിലക്കും അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉബൈദുള്ള സാഹിബിനും ഈ യോഗത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് ഇവിടെ ചേർന്ന ജനപ്രതിനിധികൾക്കും മറ്റു നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ബാക്കിയുടെ കൗണ്ടറിൽ എത്തിച്ചേര്. ഞാനത് വേറെ അല്ല അമ്മകളുണ്ടായിരുന്നു. നമ്മുടെ പരിപാടിയുടെ അറിഞ്ഞില്ലോ. അത് ഞാൻ ഇതാണ് ഫ്ലോ സൈക്കിൾ മത്സരം ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞ് മത്സരം അവസാനിച്ചു. 3 കഴിഞ്ഞ് മത്സരം അവസാനിച്ചു. അടുത്ത മത്സരം ഉടൻ തന്നെ തുടങ്ങണം. ജഡ്ജസ് കുഞ്ഞാണി പ്രത്യേകം ശ്രദ്ധിക്കാം. ഹലോ, ഈ മത്സരത്തിന് ശേഷം വടംവലി ആരംഭിക്കുന്നതാണ്. വടംവലിക്കയുടെ പേര് നൽകിയിട്ടുള്ള ടീം ക്യാപ്റ്റന്മാർ CFC അമ്പലം സിറ്റി, വള്ളിപ്പടി, ഇടവഴി സിറ്റി. ഹലോ ഒന്നും മാറി നിർത്താൻ ഉപകാരം. കുഞ്ഞാക്കി ഇവിടെ എത്തിയോ നോക്കേ. പക്ഷേ കാലത്ത് ഇറക്കെ കുഞ്ഞാ
പോയി ആദ്യത്തെ എനിക്ക് ഫസ്റ്റ് പോട്ടെ പൈസ ബാബുവാണല്ലേ കുട്ടികാലെ കണ്ടുവിട്ടില്ല പറഞ്ഞാൽ മതി ബാബു എടുക്കാൻ പറ്റില്ല കേട്ടോ പോയി നിബന്ധന ഈ കെട്ടിന് ഈ കെട്ടിന് അപ്പുറം പിടിക്കാൻ പാടില്ല, ഇപ്പുറം പിടിക്കാൻ പാടില്ല. ഇപ്പുറം പിടിച്ചു കഴിഞ്ഞാൽ ടേക്കപ്പ് റോപ്പ് എന്ന് പറയുമ്പോൾ കയറെടുക്കുക, ചെടിയെടുക്കുക, പിന്നെ വിസിലടിക്കുമ്പോഴേ വലിക്കാൻ പാടുള്ളൂ വേണ്ട പുറത്തു പോകും. ഇരിപ്പോലോ
നിബന്ധന കേട്ടില്ലേ? നിബന്ധന എല്ലാവരും കേട്ടില്ല? രണ്ടാമത്തെ ഈ മത്സരം MGR ബോയ്സ് ടൗണും യൂത്ത് വിംഗ് റെസ്റ്റ് ഹൗസും തമ്മിലാണ്. ഇതെങ്ങനെ തമ്മിൽ തമ്മിലായത് എങ്ങനെയാണ്? ഞങ്ങൾ തോറ്റോടെ പ്രശ്നമില്ല. അതിന്റെ കുപ്പായം കഴിച്ച ഇടവഴി ഫൈനൽ മത്സരം ബെസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും. സമ്മാനദാന ചടങ്ങുണ്ടായിരിക്കുന്നതാണ്.
സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കാം. വെള്ളംകൂടി മത്സരത്തിന് ഇവിടെ വിജയിക്കുന്നത് സമീർ അബ്ദുള്ള ഹനീഫ ഇവരോട് തുല്യമായിട്ട് അർഹരായിട്ടുണ്ട്. ഒരു കുട്ടി കഥക്കെടുത്തുമായ ഒന്നാം സമ്മാനം ഹനീഫ വി. ഈ ഭാഗത്തുള്ളൊരു മാറിക്കാൻ മാറണം. റഷീദ് സുന്ദരിക്കപ്പെട്ട് അതിലെ ഒന്നാം സമ്മാനത്തിന് അർഹനായത് റഷീദ്. ഒന്നാം സമ്മാനം അത് പെട്ടെന്നില്ല. ഇനി അടുത്തത് കൂടുതൽ നമ്മളെ പ്രസംഗത്തിനൊന്നും കാത്തു നിൽക്കുന്നില്ല. ഇവിടെ ഈ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്താൻ കഴിഞ്ഞു, വളരെ ഭംഗിയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് അഹമ്മദ് സാഹിബ് അവരുടെ അനുഗ്രഹാശിസുകളും നമുക്ക് കിട്ടാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മുടെ കാരന്മാരിൽ കുറച്ച് ആളൊന്നും ഇവിടെ കാണാനില്ല, എവിടെ പോയി അറിയില്ല. ആരും വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടായിട്ടാവും. ഇനി അടുത്തത് നമുക്ക് സമ്മാനദാനമാണ്. ആ പ്രൈസ് ഓരോന്ന് ആദ്യം പൂക്കള മത്സരത്തിന്റെ സമ്മാനം കൊടുക്കാം. അതിന്റെ പൂക്കള മത്സരത്തിന് ഒന്നാം സമ്മാനത്തിന് അർഹമായത് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു യൂത്ത് വിംഗ് കരൂർ. സമ്മാനദാനം നിർവഹിക്കുന്നത് KG ഉണ്ണീർ സാഹിബ്. അതിന്റെ ഒരു ക്യാപ്റ്റനെ, പൂക്കള മത്സരത്തിന്റെ ക്യാപ്റ്റനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. പൂക്കളമരം ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോലത്തുമ്പുറ കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘം. കോലത്തുമ്പുറ കെട്ടിട നിർമ്മാണ സംഘമാണ് ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കിഴക്കാട്ടുകൊണ്ടിൽ അംഗൻവാടി. അതിന്റെ ക്യാപ്റ്റനെ ഇവിടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബോയ്സ് ടൗൺ ഓണാഘോഷ സമിതിയുടെ പേരിൽ ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു. കൺഗ്രാജുലേഷൻ. ഇതിന് കിഴക്കാട്ടുകൊണ്ടില്ല SBK ഫസ്റ്റ് പ്രൈസ് ജിതിൻ. കൂടാതെ ഒരു കേസ് അവാർഡ് കൂടിയുണ്ട് SBKRB വക. പ്രോത്സാഹന സമ്മാനം അതും ജിതിനുള്ളതാണ്. കസേരകളിൽ രണ്ടാം സമ്മാനത്തിന് അർഹനായത് ഷാബിർ.
മൂന്നാമത്തായിട്ട് പൂച്ചക്കരി വാൽ വരക്കൽ. പൂച്ചക്കരി വാൽ വരക്കൽ. ഒന്നാം സമ്മാനം AG അസീസ്. അടുത്ത സമ്മാനദാനത്തിന് വേണ്ടി സുലൈമാൻ കാക്ക ക്ഷണിക്കുന്നു. സുന്ദരിക്കൽ പൊട്ട് വിജയ് റഷീദ്. സമ്മാനദാനം നിർവഹിക്കുന്നത് സുലൈമാൻ കാക്ക. അടുത്ത പഞ്ചവസ്തു മത്സരം. ഇതിന്റെ ട്രോഫി സ്പോൺസർ ചെയ്തത് കോയാ ടെക്സ്റ്റൈൽസ് തിരുമ്പുഴയാണ്. ഫസ്റ്റ് പ്രൈസ് സുധീർ സി. അടുത്തത് ഈ മത്സരത്തിലെ രണ്ടാം സമ്മാനം പജിയൂട്ടി. അടുത്ത സമ്മാനദാനത്തിന് വേണ്ടി മുഹമ്മദ് ആക്കാനെ ക്ഷണിച്ചോളൂ. തലയണ കുട്ടി ഞങ്ങളെക്കുറി ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ മത്സരമാണ്. ഇതിൽ ഫസ്റ്റ് പ്രൈസ് പാറപെട്ടി. സെക്കൻഡ് പ്രൈസ് PM അബ്ദുള്ള. അടുത്തത് ഉറിയടി മത്സരമാണ്. ഇത് സമ്മാനം നൽകാൻ വേണ്ടി ലഭിച്ചിട്ട് മറ്റ് രണ്ടുപേരും വിജയികളായിരുന്നു. അവസാനം ഞങ്ങൾ യാതൊരു ഗത്യന്തരവും ഇല്ലാതെ ടോസ് ചെയ്യേണ്ടി വന്നു. ഇതിൽ ബഷീറിന് ലഭിച്ചു. അതിൽ വിജയിച്ചത് 3 പേരുണ്ടായിരുന്നു. അതിൽ നറുക്കെടുപ്പിലൂടെ വിജയം തെരഞ്ഞെടുത്തു ഹനീഫ വി. 11 ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത്. ഇതേപോലെ 3 പേര് കുടിച്ചിരുന്നു. ടോസ് ചെയ്ത് ആകുന്നത്. അടുത്തത് സ്ലോ സൈക്കിൾ റേസ്. വിജയി സഹീർ ബാബു. ഫസ്റ്റ് പ്രൈസ്. സമ്മാനദാനത്തിന് വേണ്ടി KK മണിയെ ക്ഷണിച്ചോളൂ. സ്ലോ സൈക്കിൾ റേസ് സെക്കൻഡ് പ്രൈസ് ആരാണ്? ഫിറോസ്. ഇതിന് സമാധാനം നിർവഹിക്കാൻ വേണ്ടി മിസ്റ്റർ കുട്ടിശേഖരെ ക്ഷണിച്ചോളൂ. വേണ്ട, സമയത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തത് PM അബ്ദുള്ള. അടുത്തത് ഈ മത്സരത്തിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള വാശിയേറിയ മത്സരത്തിലെ വിജയിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഷീൽഡ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആദ്യാവസാനം ഈ പരിപാടിക്ക് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ KG അബു, അദ്ദേഹമാണ് ഇത് സ്പോൺസർ ചെയ്തത്. ഈ ട്രോഫി ലഭിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനത്തിന് വടംവലിക്ക് ഒന്നാം സമ്മാനത്തിന് അർഹമായത് സൂപ്പർ ഗ്യാങ് ഇടവേഴ്സിറ്റി. ഇതിന്റെ സമാധാനത്തിന് വേണ്ടി ഉണ്ണീൻ സാഹിബിനെ ക്ഷണിച്ചോളൂ. കൺഗ്രാറ്റുലേഷൻ. ഈ വടംവലി മത്സരത്തില് രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്
പള്ളിപ്പടി ടീമിനാണ്. പള്ളിപ്പടി ടീമിനാണ്. അതിനുവേണ്ടി ക്യാപ്റ്റൻ സമ്മാനദാനത്തിന് വേണ്ടി ഉണ്ണീസാബിനെ ക്ഷണിച്ചോളൂ. ഇനി ഞങ്ങൾ കൂടുതൽ പ്രസംഗത്തിനൊന്നും കൊണ്ടുവരുന്നില്ല. ഞങ്ങളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും, ഞങ്ങൾക്ക് വടംവലിക്ക് വേണ്ടി വടം തന്നു സഹായിച്ച കരുതടിയിലെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളോടും, ഈ പരിപാടി ആദ്യാവസാനം ഭംഗിയാക്കാൻ വേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരോടും, അതുപോലെ തന്നെ ഞങ്ങൾ സഹായം ചെയ്തിരുന്ന നാട്ടുകാരോടും ഞങ്ങളുടെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഓണാഘോഷം 98 ഇവിടെ സമാപിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. നന്ദി. വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും പോകരുത്. ഇവിടെ കുറെ സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാണ്ട് നമുക്ക് ഓരോ സാധനങ്ങൾ കഴിഞ്ഞ വർഷത്തുമായി തന്നെ എല്ലാവരും വൃത്തിയാക്കിയിട്ട് നമുക്ക് പോകാവൂ. എല്ലാവരും സഹായിക്കുക.